പഴയതുപോലെയല്ല ഇപ്പോൾ കേരളം ഫാസ്റ്റ് ഫുഡിന്റെ ആരാധകർ ഏറെയുള്ള ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ സാധ്യത വളരെയേറെയാണ്. അങ്ങനെ ഒരു ചെറുകിട സംരംഭമാണ് ഇവിടെ പറയുന്നത്. ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റുണ്ട്. എന്നാൽ ഇത് മുഴുവൻ വരുന്നതും നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നാണ്. കേരളത്തിൽ ഇതിനൊരു സംരംഭം ഉണ്ടോ, ഇല്ലെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഒരു പക്ഷേ കാണുമായിരിക്കാം, എന്നാൽ അത് ഹൈ ലെവലിൽ ഉള്ളതായിരിക്കാം. ഇവിടെ നമുക്ക് ലോ ലെവലിൽ ഇത് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇത് വിൽക്കാൻ പറ്റും. മറ്റൊന്നുകൊണ്ടുമല്ല, ഹൈ ലെവലിൽ ഉള്ള പ്രോഡക്റ്റിന് നല്ല വില കൊടുക്കേണ്ടി വരും. ഇത് തന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സ്ഥിരം ആവശ്യമുള്ള ആളുകൾക്ക് ലോ ലെവലിലുള്ള പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വില കുറവായിരിക്കും, ക്വാളിറ്റി കൂടുതലുമായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് നല്ല മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞത്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ടൊമാറ്റോ സോസിന്റെ ബിസിനസ്സാണ്. ഈ ടൊമാറ്റോ സോസ് ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ സമൃദ്ധമായിട്ട് ലഭിക്കുന്ന ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളി ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ച് വിപണനം ചെയ്യേണ്ടത്. ഇവിടെ ഈ ടൊമാറ്റോ സോസിന് എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് കൂടുതൽ സീസണൽ ആയിട്ട് ടൊമാറ്റോയ്ക്ക് വളരെ വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കൂടുതൽ സംഭരിച്ച് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. ഇതിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? തക്കാളി വേണം, പഞ്ചസാര വേണം, ഉപ്പ് വേണം, വിനാഗിരി വേണം, ഉള്ളി വേണം, വെളുത്തുള്ളി വേണം, സുഗന്ധദ്രവ്യങ്ങൾ വേണം, പിന്നെ സോഡിയം ബെൻസോയേറ്റ് വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ. തക്കാളിയും മറ്റും വേവിച്ച് ആദ്യം പൾപ്പ് രൂപത്തിലാക്കണം. അരിച്ചെടുത്തതിന് ശേഷം പഞ്ചസാരയും മസാലയും ചേർത്ത് വീണ്ടും കുറുക്കി ആണ് സോസ് ഉണ്ടാക്കുന്നത്. പറയാൻ വളരെ എളുപ്പമാണ്. നമ്മളിതിൻ്റെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ കുറുക്കിയെടുത്ത ഈ സോസ് തണുത്തതിന് ശേഷം നമുക്ക് പാക്ക് ചെയ്ത് വിൽക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്നല്ല അതിനെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ DIC അല്ലെങ്കിൽ ഖാദി പോലെയുള്ള സർക്കാരിൻ്റെ സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കാനുള്ള കോഴ്സുകൾ നടക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. അവിടേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റും. ഇനി ഇതിന് എത്ര മുടക്കുമുതൽ വരും? നമുക്ക് തക്കാളിയെ കുറിച്ച് അറിയാം. ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് വില, അതായത് റീറ്റെയിൽ വില 40 രൂപയാണ്. അപ്പോൾ അത് ഹോൾസെയിൽ ആകുമ്പോഴത്തേക്കും വീണ്ടും ഒരുപാട് കുറയാനുള്ള സാധ്യതയുണ്ട്. 10 രൂപയ്ക്ക് വരെ തക്കാളി വരുന്ന അവസരം കേരളത്തിൽ തന്നെയുണ്ട്. ഓക്കെ, അസംസ്കൃത വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള പാത്രങ്ങൾ വേണം, നമുക്ക് ഉപകരണങ്ങൾ വേണം, വെയിങ് മെഷീൻ വേണം, പാക്കിംഗ് മെഷീൻ വേണം. പാക്കിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 രൂപ തൊട്ട് കിട്ടും. അതായത് ചെറിയ സീലിംഗ് മെഷീൻ കിട്ടും. അതുകൂടാതെ നമുക്ക് വലിയ ബാൻഡ് സീലർ കിട്ടും. ഇതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ 1-2 ലക്ഷം രൂപ മുടക്കാൻ നിങ്ങൾക്ക് ത്രാണിയുണ്ടെങ്കിൽ മുടക്കി ചെയ്യാൻ പറ്റുന്ന പാക്കിംഗ് മെഷീനും നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെയും വീഡിയോ നമ്മളുടെ ചാനലിൽ ഉണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനു വേണ്ടി വരുന്നത്. സാധാരണഗതിയിൽ വലിയ പാക്കിംഗ് മെഷീന് പോകാതിരിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ഒരു 50,000 രൂപയ്ക്കകത്ത് നിർത്താൻ പറ്റും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്. ഇനി വരുമാനം എങ്ങനെയായിരിക്കും? നമ്മുടെ ഏറ്റവും മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് തക്കാളിയാണ്. തക്കാളിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീസണിൽ വലിയ വിലക്കുറവുണ്ടാകും. സോസ് മാസങ്ങളോളം കേടുകൂടാതിരിക്കും. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നമ്മൾ ആ ഒരു പർച്ചേസിങ് ക്രമീകരിച്ചാൽ 30 മുതൽ 40% വരെ ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. നമുക്കൊരു മാസം 1500 ലിറ്റർ സോസ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ എങ്ങും തൊടാതെ 50,000 രൂപയ്ക്ക് മുകളിൽ ലാഭം ലഭിക്കും. ആദ്യത്തെ മാസങ്ങളിൽ ഇതൊന്നും സംഭവിക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. സ്റ്റഡി ചെയ്യാതെ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ പാടില്ല. ഇനി ഇതിന് എന്തൊക്കെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. സാധാരണഗതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിന് വേണം. കൂടാതെ FSSAIയുടെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ്. ഇപ്പോൾ ലൈസൻസ് എടുക്കുന്നതാണ് ഉത്തമം.
അത് എടുത്തിരിക്കണം. സോസ് വിൽക്കുന്നത് ഇപ്പോൾ ഏതാണ്ടൊക്കെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളും വരെ നമുക്ക് ഡയറക്റ്റ് വിൽക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞു എസ്റ്റാബ്ലിഷ്ഡ് പ്രോഡക്റ്റുകൾക്ക് കോസ്റ്റ് കൂടുതലാണ്, സാധാരണ ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾക്ക് കോസ്റ്റ് കുറവായിരിക്കും എന്ന്. അത് ഇവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഈ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഇങ്ങനെയുള്ള ഹട്ടുകൾ, ഇല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുന്നത് ഫാസ്റ്റ് ഫുഡ് ഹട്ടുകൾക്ക് ഇത് ബൾക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ ബൾക്കായിട്ട് വേണ്ടി വരുമ്പോൾ അവർ റേറ്റിൽ കുറവ് പ്രതീക്ഷിക്കും. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ബേക്കറികൾ, പലചരക്ക് കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇത് നമുക്ക് ഷെൽഫിൽ വെച്ച് വിൽക്കാൻ പറ്റുന്നതാണ്. ബൾക്കായിട്ടും കൊടുക്കാൻ പറ്റും, അതുകൂടാതെ റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ബിസിനസ് ഐഡിയ. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക. അതിനുശേഷം DICയുമായിട്ട് ബന്ധപ്പെടുക. അവരോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ആ കോഴ്സ് നടക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടും. നിങ്ങൾക്ക് ആ 1, 2, 4 ദിവസം കൊണ്ട് അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യം പഠിക്കാൻ പറ്റും. പഠിച്ചതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ലോക്കലായിട്ട് നമ്മൾ ഇന്ന് സാധാരണഗതിയിൽ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ വിജയവശം നോക്കി കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നിട്ടിറങ്ങാനായിട്ട്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.